ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പൊന്നാങ്കണ്ണി ചീര വിളവെടുപ്പായാലോ. പൊന്നാങ്കണ്ണി ചീര വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചീരയാണ്. തണ്ടുകൾ ഒടിച്ചു കുത്തിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഒരു 15-20 ദിവസം കഴിയുമ്പോൾ നമുക്കത് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ശരിക്കും ശിഖരങ്ങൾ പൊട്ടി വളർന്ന് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏതൊരു പ്രതലത്തിലും നമുക്ക് പൊന്നാങ്കണ്ണി ചീര നട്ട് വളർത്താവുന്നതാണ്. ഈ ചീര കണ്ണിന് നല്ലതാണെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീരയിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് അത് നല്ലതാണെന്ന് പറയുന്നത്. അമേരിക്കക്കാരനായ പൊന്നാങ്കണ്ണി ചീര ബ്രസീലിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ബ്രസീലിയൻ ചീര എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള പൊന്നാങ്കണ്ണി ചീര നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്നാലും പൊന്നാങ്കണ്ണി ചീര നമ്മൾ കുക്ക് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പച്ചയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇത് എന്ന് പറയുന്നത് ഒന്നും തന്നെ പറയാനില്ല. കാരണം ഒടിച്ചു കുത്തി നട്ടാൽ മാത്രം മതി. അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഇത് നട്ടു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് കിളിച്ച് കിട്ടും. അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കെയറും വേണ്ട. ഈ ചീരയ്ക്ക് ഒടിച്ച് കളഞ്ഞാൽ പോലും ഇത് കിളിച്ച് വരുന്ന ഒരു ടൈപ്പ് ചീരയാണ്. അപ്പോൾ ഈ ചീര എല്ലാവരും വീട്ടുമുറ്റത്ത് ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒടിച്ചൊടിച്ചെടുക്കും തോറും പുതുതായിട്ട് തന്നെ ശിഖരങ്ങൾ പൊട്ടി വന്നുകൊണ്ടേയിരിക്കും. ഒരു 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 ചെടി കൊണ്ട് നട്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഗാർഡനിലോ നമ്മുടെ അടുക്കള തോട്ടത്തിലോ നല്ല ഒരു സ്പേസിൽ ഇത് വളർത്തിയെടുക്കാൻ പറ്റും. ഹാപ്പി ഗാർഡനിങ്.